Bullet Punjabi, Hindi. No, bro, it's Malayalam. It's a South Indian language. I am a Idali Dosa guy barking in the Mumbai server. Hello, I am that. I am that guy. I am the Idali Dosa. കണ്ണുപോയേ, എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്. ഞാനൊരു ഊഹത്തിൽ ഫ്രണ്ടിൽ ഒരു വെളിച്ചം കണ്ടിട്ട് പോവാ കേട്ടാ. इंज में फेंक दे गए और एक बताया गया थे, लेकिन वह बेक एक परिवार में हो तो है सुनिश्चित करना चाहिए कि एक दूसरा से प्यार करता हूँ मैं भी एक बार मेन केवल दो अंडी ओड़ा कंजा ऊने ഇതൊക്കെയാണ് കോച്ച് പറയണേ. എന്തിനു പറയാൻ ഇവരൊക്കെ ആരാന്ന് പോലും മനുഷ്യർ അറിഞ്ഞൂടാ. അപ്പൊ നമ്മളന്ന് പോയതിനു ശേഷം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പൊ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അപ്പാപ്പൻ പറയും. അപ്പാപ്പ അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങള് ഒരുപാട് ബിസിനസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കണക്റ്റഡ് ബിസിനസ് ആണ്. തരാന്ന് പറഞ്ഞു. അതെ. അപ്പൊ നമ്മളിപ്പോ 48 തന്നു വിചാരിച്ചോ. നമ്മള് കൺസൈൻമെന്റ് തോറ്റ് റീഫണ്ട് ഉണ്ടാവും. അത് ഞാൻ ആ കാശ് ഓൾറെഡി സാധനം മേടിച്ചില്ലേ നിങ്ങക്ക് തരാനായിട്ട്. പിന്നില്ല എന്തൊക്കെ ചോദിക്കണ സാധനം കൊടുത്തില്ലേ ഓൾറെഡി. അടിച്ചിരിക്കുന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നല്ല കാശ് പോയി ഉറപ്പല്ലേ. ഞാൻ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് പാടാം. പെട്ടെന്ന് ഇട്ടിട്ട് വരാം. ഞാൻ ഡ്രസ് മാത്രം മാറിയിട്ട് വരാം. ഇത് പറഞ്ഞ നമ്മുടെ ഷർട്ടിന്റെ എത്ര? ഹുഡി 700 ആണോ? പക്ഷെ ഞാൻ ഹുഡി മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് വരാം. ഹലോ 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 ഹായ് കുട്ടി. ഇത് എവിടെയാണ് ഡ്രസ് മാറണം? ഇവിടെയാണോ? ആ കുട്ടിയുടെ പേരെന്താ? ലയ. ഹായ് ലയ. കണ്ണ് വെച്ച് കഴിഞ്ഞു. 700 വേറെയാ. എന്തിനാ ഞാൻ പറഞ്ഞു 700 അല്ല, ഏറ്റവും അവസാനത്തിന്ന് ഇങ്ങോട്ടോ. ഏറ്റവും അവസാനത്തിന്ന് ഏറ്റവും അവസാനത്തിന്ന് ഇതന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടോ. ഇവിടുന്ന് ഇനി ടീഷർട്ട് 15 ആക്കിയേ. ടീഷർട്ട് എന്തിനാ 15 ആക്കുന്നേ? എന്നാലേ അണ്ണന്റെ ഇവിടെ അണ്ണന്റെ നെഞ്ച് തള്ളി നിക്കണേ. ഞാൻ ഗ്ലാസ് കൂടെ വെച്ചോട്ടെ. മാറി അയ്യോ പാവത്തിനല്ല കാണുന്നില്ല. എനിക്ക് ലേ കാണാം. ഞാൻ ലേ കൊണ്ടുപോകട്ടെ. അയ്യോ എന്റെ വിഷമം. അണ്ണാ ഇതിനെ ചാമളക്കിലേക്ക് അണ്ണാ ഇപ്പൊ കണ്ട് നിന്നെ ഒരു ആംഗിൾ ഒക്കെ കാണാൻ പറ്റുന്നുള്ളൂ. എന്താ ക്യാൻസൽ അടിച്ചോ? ഞാൻ ക്യാൻസൽ ആണോ അടിച്ചേ? ഹലോ 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 ഇതൊക്കെ ക്യാൻസൽ ആയി പോയതായിരുന്നു. ഹലോ 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 എന്തിനാണ് ഈ പറട്ട കണ്ണാടി വീണ്ടും വെക്കണേ? കണ്ടുപൊട്ടനെ പോലെ ഉണ്ട് അണ്ണ കണ്ണാടി. പറയില്ല വേറെ രണ്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ചന്ദ്രു മതി കേറാൻ പറ. ലേറ്റ് ആയി. അവര് കൊറേ പ്രാവശ്യം വിളിച്ച്. പോവാം അണ്ണാ പോവാം. എല്ലാരും വരണോ? എന്തായാലും ചെറിയ മീറ്റിംഗ് ഉണ്ട്. ഇടയ്ക്ക് അങ്ങനെ കാണാൻ പോണ്ട കാര്യമുണ്ടോ? നിങ്ങള് മീറ്റിംഗ് പോവാന്നോ? ആ മീറ്റിംഗ് പോകണം. അപ്പൊ വരുന്നുണ്ടോ? എവിടെ വരണ്ടേ? ഞാൻ എവിടെ വരണ്ടേ? ആ വാ അന്നും കൂടെ വാ. മീറ്റിംഗ് കൊണ്ട് വാ. മറ്റേ ടണല്ലേ? അന്ന് എന്താടാ 3 പേർക്ക് എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് അറിയത്തില്ല. ചോദിക്ക. ഇല്ല അപ്പാപ്പന് കുഴപ്പമില്ല. അപ്പാപ്പന്റെ കയറാൻ പറ്റും.
എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ചന്ദ്ര കുടിക്കാൻ വെള്ളം ഉണ്ട് തന്നെ ചന്ദ്ര. അണ്ണന്റെ വെള്ളമില്ലേ? 1974 ഐഡി. തൊപ്പി ബ്രോ എന്റെ ചാനൽ 54 സബ് ആയതേ ഉള്ളൂ, റൈഡ് തരുമോ? നിന്നെ പോലെ ബേസിക് ബോധമില്ലാത്തവനൊന്നും റൈഡ് തരാത്ത പറ്റില്ല. ഡേറ്റ് എടുക്കാൻ വന്നായിരുന്നു. ഓ ഇവിടെ എന്താ പരിപാടി ഉണ്ടല്ലോ. ഇവിടെ പോട്ടെ. വണ്ടിയകത്തോട്ട് കയറി എന്ത് പെട്ടെന്ന് വന്നേ? ഓക്കെ ഇവിടുന്ന് പോട്ടെ. ഇല്ലെങ്കിൽ തന്നെ ജോലി ഇറക്കി കിടിലം വണ്ടിയാണ്. താങ്കോ താങ്കോ. എനിക്കറിയാവുന്ന ഒരു പയ്യന്റെ ഒരു നീഡ് സ്പെക്ക് സാധനം ഉണ്ട്. ബഗ് ബഗ് എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരു പയ്യന്റെ ഒരു നീഡ് സ്പെക്ക് സാധനം ഉണ്ട്. പിന്നെ ജോലി അപ്പൊ നിങ്ങളുമായിട്ട് വന്ന Bullet Punjabi, Hindi. No bro, it's Malayalam. It's a South Indian language. I am a Idli Dosa guy barking in the Mumbai server. Hello, Rande. I am that guy. I am the Idli Dosa. അശമര അടിച്ചു നോക്കോ അവര്. വെയിറ്റ് ചെയ്യേ. ഞാൻ വിളിക്കാം, വെയിറ്റ്. ആ സാറേ ലൂണ വിളിച്ചായിരുന്നു ഒരു മീറ്റിംഗ്. വെള്ളം തന്നില്ല ചന്ദ്ര എനിക്ക്. പഴങ്കഞ്ഞി എന്നില്ലാണ് അതങ്ങോട്ട് കുടി. പഴങ്കഞ്ഞി തന്നാ? ആ സംഭാരം. പഴങ്കഞ്ഞിയാ? അന്താരത്തിനകത്തോട്ട് പോകുന്നുണ്ടോ ഇപ്പൊ? അണ്ണ ഇതുവരെ വന്നിട്ടില്ല. മീറ്റിംഗ് ഫസ്റ്റ് ടൈം അല്ലേ? അണ്ണാ മീറ്റിംഗ് ഫസ്റ്റ് ടൈം അല്ലേ? പിന്നെ രണ്ടാമത്തോട്ടം ഞാൻ ഇതിനു മുമ്പ് പോയി. ഞാൻ ജോക്കിയിൽ അവിടെ പോയി. പിന്നെ ഞങ്ങള് ഭയങ്കര എൻജോയ്മെന്റ്. ഞങ്ങള് ശരിക്കും ഭയങ്കര സംസാരമായിരുന്നു, മനസ്സിലായോ? ഹലോ ആ ലൂണ വിളിച്ചായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ ഡ്രസ്സിന് പുറകിൽ എന്തോ ഒരു പ്രശ്നമില്ലേ നോക്കി. ലൂണ അല്ല ലൂണ 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 വാ. പുള്ളി സിറ്റിന്ന് ഇറങ്ങിപ്പോയി. ഹലോ അപ്പാ. ഹലോ ഹലോ. സിറ്റി കത്തിയ വീണ്ടും? ഇല്ല 24 മീനുണ്ട്. അപ്പൊ എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമായിരുന്നോ? കേക്കാം പാപ്പാ. 24 പിയലിന് പറഞ്ഞ അപ്പാപ്പ ആ വാക്കിനങ്ങ് പോയി. ചന്ദ്ര ഇപ്പൊ പോകട്ടാ. എടാ ഇതെന്താ ഇങ്ങനെ? ഞാൻ ഈ രണ്ടു ദിവസം വെളിയിലിരുന്ന് ഇമാരുടെയൊക്കെ ആർപ്പിയും ഇതെല്ലാം കാണുമായിരുന്നു ഇന്നലെ. സത്യം പറഞ്ഞ ഞാൻ സിറ്റി വരുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. പിന്നെ നമ്മളൊക്കെ 50 സീരീസിലുള്ള ആൾക്കാരല്ലേ. മാത്രമാണോ മനസ്സിലായോ? ഞാൻ ഇന്നലെ വെളിയിലിരുന്ന് അവരുടെയൊക്കെ ആർപ്പി ഇതൊക്കെ ഇരുന്ന് കണ്ടോണ്ടിരിക്കണ. ഞാൻ വരുമ്പോ ഞാനൊന്ന് ലേറ്റ് നൈറ്റ് ഒക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇതാ ഇങ്ങനെയാണ് അവസ്ഥ. ഇവിടുത്തെ 343 പിങ്, 21 PL, 59 മാത്രമാണ് നമ്മളിവിടെ പിടിച്ചിരിക്കണം, മനസ്സിലായ? കാർത്തികേട്ട വ്ളോഗ് ഇട്ടില്ലേ ഇന്ന്? ഇല്ലില്ല കല്യാണമൊക്കെ അല്ലായിരുന്നോടാ. ഞാൻ അതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു. കുറച്ച് വിരുന്നുകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല വ്ളോഗ് ഒന്നും. കഴിഞ്ഞിട്ടിടാം. വന്ന പോലെ കളഞ്ഞെന്ന് വെച്ച്. എടാ ഇന്നലെയൊക്കെ സിറ്റിയിൽ ഒരു കുഴപ്പമില്ലായിരുന്നടാ. അതെന്താ പറയാ, ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലാണ്. ഇന്നലെ സിറ്റി ഫുള്ള് കൊണ്ടുപോയി. അണ്ണ എന്ത് പറയണ? ഇന്നലെ സിറ്റി ഇല്ലായിരുന്നു, അറിയോ? ഇല്ലായിരുന്നോ? രാത്രിയിലിരുന്ന് RP ഒക്കെ കളിക്കണുണ്ട്. 10 മണി ഓഫ്ലൈൻ ആയാ? പിന്നെ പുലർച്ചൊക്കെ വന്ന് സായിപ്പോ RP കളിച്ചു തുടങ്ങി. തുടങ്ങി. അപ്പൊ നമ്മുടെ ആളാ. എടാ ഞാൻ ആ സായിപ്പല്ലേ? ഞാൻ സായിപ്പല്ലേ? എന്താ ചാനല് നിർത്തിയോടാ? അത് നിർത്തിയ പുള്ളി ബിസിനസ് ഒക്കെ നോക്കി പോവാന്നുള്ളൊരു മൈൻഡ്. ചാനൽ ഇപ്പൊ കംപ്ലീറ്റ് നിർത്തിയാ പുള്ളി? ചാനൽ നിർത്തി
നിർത്തിയെന്നല്ല. ഞാൻ ചാനൽ തുടങ്ങാൻ പോണ കുക്കിംഗ് ചാനല് വരാട്ട്. അല്ലെ ഞാൻ വേറെ കാര്യം പറയട്ടെ, പുള്ളി ഇനി മനുഷ്യനെയും കൂടെ പൊരിക്കാനുള്ളൂ. ഇനി ഒരു കുക്കിംഗ് ചാനൽ എന്നുള്ള രീതിയിൽ കണ്ടന്റ് ഇടാനില്ല. പുള്ളി എല്ലാം ചെയ്തു കഴിഞ്ഞു, മനസ്സിലായ? ഇനി നീ എന്തെടുത്തിട്ടുണ്ടാക്കും? പക്ഷെ കാളെ നിർത്തി പൊരിച്ചത് വറുത്ത് നിർത്തി ഒലത്തി കിടത്തി അങ്ങനെ കുറെ സ്ഥലം കിടത്തി പൊരിക്കുക, അത് നടക്കത്തുള്ളൂ. എന്താ എന്തൊരവസ്ഥ. 10 മണി കഴിഞ്ഞപ്പോ അണ്ണ ഓഫായിരുന്നു. ഇന്നലെ 10 മണി കഴിഞ്ഞപ്പോ എനിക്കൊരു ഓഫായിരുന്നു. നമ്മളെ മാത്രം ഇറക്കി വിട്ടോളം തോന്നുന്നു. 400 പേര് സിറ്റിയിലുണ്ട്. മൊത്തത്തിൽ പോയി. പബ്ജി പോവാ? ഇല്ല, കുറച്ച് നേരം RP കളിക്കണം കോച്ച്, അത് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് സിറ്റിയിൽ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്, തീർത്തിട്ട് ഞാൻ വരാം, വിളിക്കാം. ചന്ദ്രനെയും തീർത്തിടാ പ്ലീസ്. ചന്ദ്രൻ ഇപ്പൊ പബ്ജിയിലോട്ട് വരത്തില്ല കോച്ച്. വൈ ബേബി? only Valorant bro, only Valorant. കെവിൻ ആ വഴി പോയി, ഡേ 5 ഒന്നും ഭർത്താവ് വഴി പോയി. ഡേ 5 കഴിഞ്ഞിട്ട് ആളില്ല. പിന്നെ എണ്ണ അറിഞ്ഞൂടാ, പിന്നെ ആ കണ്ണ അറിഞ്ഞൂടാ. എന്ത് ചെയ്യും? ഒന്ന് ചെയ്യാലോ. എന്നാ ബോട്ട് അടക്കം ക്രാഷ് ആയി. അപ്പാവ് എന്താ അറിഞ്ഞോളാം, നോക്കാം. ബോട്ടോ ഇതിന്റെ ആദ്യമേ ക്രാഷ് ആയിരുന്നു. ഒരു കാര്യം പറയണ്ടൊന്നും തോന്നരുത്. നെറ്റൊക്കെ ഭയങ്കര മോശമാണ്, ഒന്ന് മാറ്റണം കേട്ടോ. അതൊക്കെ ഞാനാണ് അവസാനം കത്തിയത്, അറിയാവോ നിനക്ക്? സംസാരിക്കാൻ പോലും പറ്റാതെ നീ മറ്റേ അവിടെ കുനിഞ്ഞിരിക്കുന്നത് ഞങ്ങള് കണ്ടു. ഞാനും മന്ദാരമാണ് ആകെ അവിടെ സംസാരിക്കുമെങ്കിലും ചെയ്തത്, മനസ്സിലായ? കത്തി പോകുന്നതിന് മുന്നേ ഞാനും അപ്പൊ 24 PL ഒക്കെ കൂടുന്നുണ്ടെന്ന് പറഞ്ഞ ആ വാക്കിനങ്ങ് പോയി. മിസ്റ്റർ കീരിക്കാടൻ ജോസ്, ഹലോ. സിറ്റിക്കകത്തുള്ള സൊല്ലലും ഇതൊക്കെ ഓക്കെയാണ്. ഇവിടെ DP-ക്കകത്തൊക്കെ എന്താണിത്? അത് ശരിയാണല്ലോ. എനിക്ക് എന്റെ DP കണ്ടുകൂടാ. DP നിന്റെ കണ്ടുകൂടെ? ഇത് ഇട്ടപ്പോ നിനക്ക് കണ്ണിൽ അണ്ടിയായിരുന്നാ? കണ്ണില് സാധനം മുളച്ചാ നിനക്കപ്പം? എനിക്ക് ആരെ DP കണ്ടുകൂടാ. ആരുടെ DP കണ്ടുകൂടാ? സ്വന്തം DP കൂടെ നിൽക്കുന്ന ഫോട്ടോ ചുറ്റിയൊക്കെ അടിക്കണത്. സെക്യൂരിറ്റിയുടെ വാൾപേപ്പർ അത് തന്നെയാ. ചില്ലറ കഴയല്ലേ. ഓക്കെ, ഡിവോഴ്സ് ആവണം ഞാനിപ്പോ. അതാണ് നിനക്കൊക്കെ വേണ്ടത്. ഡിവോഴ്സ് ഉറപ്പാണ്, ഒരു സംശയമില്ല. ചേട്ടാ, ചന്ദ്രന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോ എന്റെ ഫ്രണ്ട് റേവ് ബഡിയാണ് കൂടെ വിഷ് ചെയ്യാമോ? പിന്നെ ചന്ദ്രന്റെ വിഷിന്റെ കൂടെ നിന്റെ റേവിന് ഞാൻ വിഷ് ചെയ്യാം. ചന്ദ്രനെ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വേറെ ആരെങ്കിലും വിഷയം തോന്നുന്നുണ്ടോ? രേവതിയാണോ? എന്ത് കളിയാ ഇവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ കളിയാ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ ഇല്ല, അങ്ങനെ ഫോർമാലിറ്റിക്ക് ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തേക്ക് TV സിറ്റുവേഷൻ ഒന്നുമില്ല കേട്ടാ. സിറ്റിയിലൊന്നും വരണമെന്നില്ല നിങ്ങളാരും. ഇന്ന് അടിയായതാണ്. ഞാൻ ഇന്ന് സിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അടിയാ. എന്റെ ബർത്ത്ഡേയുടെ സമയത്ത് അടിയാ ഇവിടെ, പൂരടി. ചന്ദ്ര, നിന്റെ ബർത്ത്ഡേ സമയത്ത് ഇവിടെ അടി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ വട്ടം? എടുത്താ എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാത്തിന്റെ ബർത്ത്ഡേക്ക് ഞാൻ അടി ഉണ്ടാക്കും, ഒരു കുഴപ്പമില്ല എനിക്ക്. എന്താ സംസാരിക്കുന്നത്? എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു, മനസ്സിലായ? നിങ്ങളെ എങ്ങനെ സെറ്റല്ലേ? നാളെ ബാനർ സംഭവങ്ങളൊക്കെ എല്ലാം നീയല്ലേ നോക്കണേ? ഇപ്പൊ ഞാനല്ലേ മുൻകൈ എടുത്ത് ചെയ്യണേ. അപ്പൊ മറ്റേ ആനയും ചെണ്ടമേളം അത് മിസ് ചെയ്യല്ലേ? ഉറപ്പല്ലേ, സിംഗാലി മേളം കൊണ്ടായിരിക്കും കയറുന്നത്. നാളെ ഞാൻ ഡിമണ്ടിൽ കയറിയില്ല. നാളെ ഞാൻ ഡിമണ്ടിൽ കയറാം. പിള്ളേർ കേക്കെങ്കിലും മുറിക്കും. എടാ ചന്ദ്ര, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം നിന്റെ വിശ്വാസം ഇല്ല? അത് ഓപ്പൺ പറഞ്ഞില്ലേ? ചന്ദ്ര, നാളെ സിറ്റിയുടെ മുക്കിലും മൂലയ്ക്കും നിന്റെ പോസ്റ്ററാ തന്നല്ലേ? പിന്നെ അല്ലാതെ കഥ പറഞ്ഞപ്പോഴേ ഓർത്ത്. മന്ദാരൊക്കെ ഏതാ സ്വാഗം നോക്കി TV മന്ദാര നോ ഗേൾസ് ബ്രാക്കറ്റില് അത്ര നേരത്തെ സമയത്ത് ആരോ ഇട്ട് കൊടുത്ത ഇത് നോ ഗേൾസ്. ഇത് മറ്റേ റിബലിന്റെ എന്തോ ഒരു സംഭവത്തിൽ ഇട്ട് കൊടുത്ത. അതെ, മാതൃക്ക് ഇപ്പൊ സെറീന. പക്ഷെ സിറ്റി കയറിയ 4 പാടും പെണ്ണുങ്ങളാണ് ഇവന്റെ ചുറ്റും.
അത് കാരണം പെമ്പിള്ളേർ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. മാത്രം റിലേഷൻഷിപ്പിലാണല്ലോ. സ്പ്രേ അടിച്ചാണ് സിറ്റി കയറണതേ. എനിക്കറിഞ്ഞതാണ് എല്ലാരും വരുന്നത്. ഞാൻ ചെയ്യാനാ. നാളെ ബർത്ത്ഡേക്ക് മറ്റേ വെറൈറ്റി ഒരു സാധനം അല്ല, വേണ്ട നിന്റെ ബർത്ത്ഡേക്ക് ചെയ്യാം. അളിയാ നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ നാളെ ഒരു വെറൈറ്റി സെറ്റപ്പ് കൊണ്ടുവരുന്നുണ്ട് അളിയാ. നമ്മളെ കൊടാടി മത്സരമുണ്ട്. കൊടവാടിയല്ല, കൊട ഊത്ത മത്സരം. കുടമോദടി അത് എന്റെ പുതുക്കിലാണ് പരിപാടി തുടങ്ങണേ. നിന്നെ ഇങ്ങനെ നമ്മൾ ആനയിച്ച് വരും. കുടമോദടി കുടമോദടി. സ്റ്റോറി എന്തോടാ VFX ആയിരുന്നു അളിയാ അത്? ഏത് രസോടെ അത് കാണേ? അത് മറ്റേ ഓസ്മോയിൽ എടുത്തതാ. നിങ്ങളത് കണ്ട കൈസ്? അത് കൂള് വെച്ചാ എടാ പറയാ കൂളല്ലടാ, അത് ഇതെന്റെ അലർജിയുടെ മരുന്നാ, മനസ്സിലായോ? അത് മൂക്കിനകത്ത് അടിച്ചു കൂള് വെച്ചു. ഇങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളത് നമ്മള് നടത്തിയല്ലേ പുഷിംഗ് ടൂർ നടത്തിയല്ലേ? അതിനുണ്ടാവില്ലല്ലേ? എടാ പുഷിംഗ് ടൂർ ഒന്നെങ്കിൽ ബാബു ഇല്ലാതെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അവനിപ്പോഴേ വരാൻ പറ്റത്തില്ലെന്നാണ് പറയണേ. ഈ മാസം കഴിയുന്നത് ബാബു എന്തായാലും നല്ല ഡിലേ ആവും കഴിച്ച്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. പുഷിംഗ് ടൂർ കളിച്ച് തീർക്കണമെന്നുണ്ട്. എനിക്ക് ഇനി അത് കളിക്കാനെ പറ്റി ആലോചിക്കാൻ കൂടി വയ്യാളിയാ. സത്യം കളി അവിടെ വരെ എത്തിക്കാൻ എനിക്ക് അത് ആലോചിക്കാൻ പോലും വയ്യ. അവിടെ വരെ എത്തിക്കുന്ന കാര്യം നീ എന്താ ചെയ്യാൻ പോണ? നീ എന്താ വീഡിയോ റിയാക്ട് ചെയ്തോ? സിറ്റി വന്നെന്ന് പറഞ്ഞു. എന്നെ കണക്ട് ആയി. ആര് കണക്ട് ആയി? ഞാൻ കണക്ട് ആയി. ഞാൻ കേറി ഇതേ റോൾ നമ്പർ 1 എനിക്ക്. ടിൻഡു പോനാ കിട്ടുന്ന തമാശായിരുന്നല്ലേ? ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചായിരുന്നു, കണ്ടില്ല. ഞാൻ കുണ്ണുള്ള മെസ്സേജ് നോക്കാറില്ല. എന്നാ നോക്കണ്ട, വേണ്ട വിട്ടെ. ഞാൻ ഒരു സാധനം തന്നെ നോക്കട്ടെ. इंच में फेंक दे गए और एक बताया गया तो लेकिन वह बेक एक परिवार में हो तो है सुनिश्चित करना चाहिए कि एक दूसरा से प्यार करता हूँ मैं भी एक बार मेन केवल दो अंडी ओड़ा कंजा ऊने ഇതൊക്കെയാണ് കോച്ച് പറയണേ. എന്തിനു പറയാൻ? ഇതൊക്കെ ആരാന്ന് പോലും മനുഷ്യർ അറിഞ്ഞൂടാ. ഞാനിത് എവിടെ? ഡ്രസ് ഷോപ്പില്. മുറിവല്ലേ ഇവ 15:50 ആവാറാണ് ബ്രോ. സിറ്റി കത്തിപ്പോയ മിസ്റ്റർ എക്സ് മാത്രം ടണലിൽ നിൽക്കൂല. അവര് എന്റെ കൂടെ വരും. അല്ലാതെ മിസ്റ്റർ എക്സ് മാത്രം ടണലിലും ഞാൻ വെളിയിലും അല്ല. എന്റെ ക്രാഷ് ആളിയാ അത് അങ്ങനെ എന്തിന് പറയാൻ? അപ്പൊ ഇവിടെ ആരും ലൈവിങ് കോച്ച് ഞാൻ നിങ്ങളായോണ്ട് തന്തയ്ക്കില്ല. കോച്ചതാ കേരളം വരെ ഒന്ന് വരണം പ്ലീസ്. കേരളം വരെ ഒന്ന് വരണം. സൂപ്പർ ബ്രോ സൂപ്പർ. കഴ കാണിക്കല്ലേ, കഴ കാണിക്കല്ലേ. നിന്റെ നിന്നവിടെ അഴിച്ചുവിട്ടേക്കാ, അതെങ്കിലും കാണിക്കണേ. അവളെ തന്നേരെ, ഞാൻ വീരുമാനെ ഏൽപ്പിച്ചേക്കാം. ആ എന്നിട്ടാണ് ആ മാടം പട്ടി മൊന്തം കൂടെ വെച്ചല്ലേ വേണ്ട. അതെ ഞാൻ മാത്രം ടണലി, നിങ്ങൾ ആരും ഇവിടെ ഇല്ലാത്ത എന്താ? ഞാൻ ഇല്ല ടണലില്ല. ഞാൻ മറ്റേ നമ്മുടെ ഡ്രസ് മാറിയെടുത്ത്. നമ്മുടെ ഹെൽമെറ്റ് എത്രയാണ്? 150 150 ആണോ? 150 ഇതായിരുന്നല്ലേ? ഇവിടെ ഒരു പിടുത്തമുണ്ട് എപ്പോഴും ഉണ്ട്. എനിക്കും ഉണ്ട്. ഒന്ന് ഫ്രീസ് ആയി പോകുന്നു. അത് ഇവിടെ മാത്രമേ. ഞാൻ സിറ്റി നടക്കട്ടെ ഒരു മിനിറ്റ്. എടാ ഞാൻ നമ്മള് നിന്ന് ആ ഡ്രസ് ഷോപ്പിനോട് മന്ദാരം ഒരു വണ്ടി എടുത്ത് വരുമോ? ഇവിടുത്തെ എന്തോ ഇഷ്യൂ ആണ്, എപ്പോഴും ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ കളർ മാറ്റി അല്ല, തൽക്കാലം കളർ കിടക്കട്ടാ. കളർ റെഡ് വേണ്ട. റെഡ് ഒരു രസമില്ല. ബ്ലാക്ക് തന്നെയാണ് രസം. റെഡ് രസമില്ല. ഫുഡ് ഇടാ, എന്റെ ഫുഡും വെള്ളം എല്ലാം പോയടാ. ഈ ചെറിയക്കാനെല്ലാം MD അല്ലേ? ഇതൊക്കെ ഡ്രോപ്പ് ചെയ്യട്ടെ. എന്തിനാണ് ഇതൊക്കെ?
ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിന് വേറെ എക്സ്ട്രാ പൈസ വല്ലതും കൊടുക്കണോ? ഓർമ്മ ഇരിക്കട്ടെ കയ്യിൽ. ഗൈസ് ഞാൻ അപ്പിയറൻസ് കംപ്ലീറ്റ്ലി മാറ്റുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതല്ല ഇനി തൊട്ട് ഞാൻ എൻ്റെ വേറൊരു അപ്പിയറൻസിലാണ് ഇനി നടക്കാൻ പോകണം. അപ്പോൾ അത് അതിൻ്റെ ഷർട്ട് ഇത് ബ്രാവോ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാൻ മാറ്റിയത്. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ 1-ാം തീയതി ഇതിലേക്ക് സെറ്റാക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വന്നിട്ട് ഉടനെ നമുക്ക് ഫുള്ളി മാറ്റാം. സീനില്ല, തൽക്കാലം ഈ പാൻറ്റ് കിടന്നോട്ടെ. 15 ലാക്കാണോ ഒരു ജെറിക്കാൻ? ആണോ സീരിയസ് ആയിട്ട്? എനിക്കറിയാത്ത ഞാൻ മണ്ടനായിട്ട് നിങ്ങൾക്ക് പറ്റിക്കണതാണ്. ഇത് കയ്യിലിരിക്കട്ടെ കേട്ടോ. ഡീമന്റെ കാർഡ് ഏതാ ഡീമാ? എന്റെ 4060. ഓ 4060 ആണല്ലേ. ഓക്കെ ഓക്കെ. നമ്മൾ 50 സീരീസ് 40 സീരീസ് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇവിടെ. അതെ 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 ഡ്രസ് ഷോപ്പ്. ഇവനോട് സംസാരിച്ച് ഇപ്പോൾ ഒരു അടിയാവും ഉറപ്പാണ്. സഹോദര പേരെന്താ? ഹലോ സഹോദര കേക്കാവോ? ഇത് G47 ആണ്. ഉറപ്പാണ് ഇത് G47. ഇത് G47 100%. ചന്ദ്ര അന്ന് വന്ന് പിക്ക് ചെയ്യണേ. ഇത് അസീം എന്താണ് അവരിപ്പോ റേഡിയോയിൽ കോൾ കൊടുത്തോ? മൈക്ക് കൊണ്ടോ അവര്? ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് അണ്ണ നെറ്റിപ്പെട്ടോ ആണെ നെറ്റിപ്പെട്ടോ ഉണ്ടാവും. പിന്നെ ഇല്ലാതെ എത്തിയോ? ഓ ശരി. അകത്ത് അസീം എന്തായിരുന്നു തോന്നട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിച്ച അവൻ മിണ്ടിയില്ല തിരിച്ചൊന്നും. गर्लफ्रेंड पहले पहले मैं जलती लगा दिन फिर धीरे धीरे कोलेस्ट्रोल जस्ट विल दे അപ്പാപ്പ എനിക്ക് തിന്നാൻ എന്തെങ്കിലും തന്നേ അപ്പാപ്പ. തിന്നാനും കുടിക്കാനും വേണം. രണ്ടും ഇല്ല കയ്യില്. പിന്നെ ഞാൻ തരാം. ആധാർ നമ്പർ എത്ര? ആധാർ നമ്പർ 149. കുടിക്കാൻ ഒരെണ്ണം. സൂപ്പർ അപ്പാപ്പ. അപ്പാപ്പ ഞാൻ ഇതൊന്നും അല്ല അപ്പാപ്പൻ്റെ അടുത്തൊന്നും എക്സ്പെക്ട് ചെയ്യുന്നേ. തീർന്നില്ല എന്താണോ അതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എനിക്ക് തരുന്നതായിട്ടാണ് എന്റെ സ്വപ്നത്തിലുള്ള അപ്പാപ്പൻ. മനസ്സിലായ ഒരു 50 കാണുന്നില്ലേ ഇത്? എത്ര കേറിക്കൊണ്ടിരിക്കുന്നത് നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. അണ്ണാ എനിക്ക് വേണ്ടി ഒരു വള്ളി പ്ലീസ്. എടാ ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടോ? മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. മതി അപ്പാ മതി മതി. താങ്ക്സ്. അങ്ങനെ പറയല്ലേ. ഇല്ല അപ്പാ മതി മതി. ഹാപ്പി അപ്പാപ്പ എന്താ പോവാത്ത ഇവിടുത്തെ നിർത്തിട്ടേക്കുന്നത് എന്തിനാ? പിന്നെ എനിക്ക് 2 കയ്യേ ഉള്ളു. ഓ അങ്ങനെ അറിയത്തില്ല എനിക്ക്. അപ്പൊ എന്തിനാ വണ്ടി ഓടിച്ചു പോകുന്ന? DP അടിച്ച് അങ്ങ് പോവോ? ചുമ്മാ സമയങ്ങളെ. പിന്നെ ഓ സോറി ഇതില് ഹലോ റിംഗ്ടോൺ ആണ്. ഹലോ എവിടെയാ പോയി കേറി കേട്ടോ. ആണോ കീരിയുടെ മാരേജ് കത്തിപ്പോയതാ. എന്താണ് ആർപിയാണ് നല്ലെത്തി സാർ. HF സിറ്റുവേഷൻ നോക്ക് ബ്രോ. ഇപ്പൊ കറന്റ് ഗ്യാങ്ങിൽ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും ലൈവ് കണ്ടിട്ട് ആ സമയത്ത് HF ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റത്തില്ല. എന്റെ അടുത്ത് അവർ HFന്റെ സിറ്റുവേഷനെ പറ്റി ഇപ്പൊ കറന്റ് പറഞ്ഞിട്ടില്ല. HF ഇപ്പൊ HF ആയിട്ട് സിറ്റുവേഷൻ ഇല്ല. കറന്റ് നമുക്ക് ഒരു ഗ്യാങ് മീറ്റിംഗ് ഉണ്ട് MRC ആയിട്ട്, മിസ്റ്റർ എക്സ് ആയിട്ട് MRC ആയിട്ടാ. ചന്ദ്രൻ എവിടെ? വണ്ടി ഒന്ന് അങ്ങോട്ട് ഒതുക്കി അകത്തോട്ടിടണോ അതോ വെളിയിടണോ? ഒന്ന് സൈഡിലേക്ക് ഇട്ടാ. അപ്പൊ വണ്ടി ഒന്ന് സൈഡിലേക്ക് ഇടുവോ? ചന്ദ്ര വാടാ.
കേറിക്കോ, ഞാൻ അകത്തുണ്ട്. അതൊണ്ടാ ഗോഗൊക്കെ ഉണ്ടാവും മീറ്റിംഗ്. പിന്നെ എത്ര പേര് വരാണ്ട് സാർ? നീയാണോടാ മുതുക്കിയുള്ള ഞങ്ങൾ 4 പേരുണ്ട് മൊത്തത്തിൽ ടോട്ടല്. ഓക്കെ, എല്ലാരും വന്നിട്ട് പോയ പറയാം. ഞങ്ങള് ഒരാൾ അകത്തുണ്ടെന്നാ പറഞ്ഞേ, ബാക്കി 3 പേര്. എടാ മന്ദാരം ആ ഇവിടെ ഇവിടെ കിടക്കണ്ട തോന്നുന്നു. ഷോപ്പിലാ. നോക്ക് കണക്ഷൻ കിട്ടത്തില്ല കേട്ടോ. സാർ ഓക്കെ അല്ലേ? ഉറക്കത്തിൽ നിന്ന് എണീച്ചെങ്കിൽ നമുക്ക് മീറ്റിങ്ങിന് പോയായിരുന്നു. ചന്ദ്ര ചന്ദ്ര സാർ ചന്ദ്ര അണ്ണാ വരുവോ? അവര് വിളിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയി നേരത്തെ പോയതാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. വാ, വാ. സാർ റേഡിയോ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കി. ഓ ഷുവർ ഷുവർ ഷുവർ. ഓ ഓൾ ഡൺ. AR പിസ്റ്റൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഹോട്ട് ബാർ ഒന്ന് മാറ്റിയിടണേ. ഹോട്ട് ബാർ ഒന്ന് മാറ്റിയിടാം. ഓക്കെ. ഹെൽമെറ്റ് 4 പേര് പറ്റില്ല. ഞാൻ പോവാ വേണ്ട കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതെ ഇവര് 3 പേരും പൊക്കോട്ടെ. എനിക്ക് കേജായിട്ട് സെപ്പറേറ്റ് മീറ്റിംഗ് ആണ് പറഞ്ഞിരുന്നത്. ചോദിച്ചാ മതി. KP പാപ്പൻ ഞാനെന്നാ പോയിച്ചു പോരാ കേട്ടോ. പാട്ട് ഇല്ല വാ. ഞാൻ മാറത്തരാം. എന്ന് പറയുന്നത് വാസുവൻ അങ്ങനെ പറഞ്ഞാ ഞാൻ അങ്ങനെ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ വാസുവനെ? പിന്നെ അല്ലാതെ പാപ്പാ അവര് വിളിക്കുന്നതാ. വന്നോളൂ സാർ. പാപ്പാ 4 പേരും കണ്ണുപോയേ. എനിക്കൊന്നും കാണുന്നില്ല ഗൈസ്. ഞാനൊരു ഊഹത്തിൽ ഫ്രണ്ടിൽ ഒരു വെളിച്ചം കണ്ടിട്ട് പോവാ കേട്ടാ. കാറ്റേ നീ 6 minutes more. നിങ്ങൾ ഗാർഡ്സ് ആണ് ഇവിടുത്തെ? ആണ്. അതെ സാർ. നമുക്ക് മിണ്ടി പറഞ്ഞ് പോവാന്നേ. അപ്രോച്ചിങ് സാർ. സാറ് വേണ്ടിക്കോളൂ. ഏ സാറാ? അല്ല സാർ നമ്മളെ സാറെന്ന് വിളിക്കണ്ട, നമുക്ക് ഓക്വേർഡ് ഫീൽ ചെയ്യും. സാറിന് വിളിക്കാൻ പറ്റുള്ളൂ സാർ. അങ്ങനെ ഒച്ചയിടാന്ന് കളിച്ച് നമുക്ക് മറ്റേ ചില്ല് ഓർമ്മിപ്പിക്കണ കൈസ് തന്നെ. സമയത്ത് എന്താ പറയണ മൂടല്ലേ? ഞാൻ ചോദിച്ചോട്ടെ സാർ. ഓക്കെ അണ്ണാ വാ, കുറച്ചേരം ചൂടുണ്ടോ? ഇല്ല വാ ചന്ദ്ര. ഇവിടെ റബ്ബർ ഉണ്ടാ? ഇത് റബ്ബർ അടിക്കുന്ന മെഷീൻ ആണോ? ചന്ദ്ര അവര് പിടിച്ചു നിന്നെ അതിനകത്തിട്ട് ഉരുട്ടും. പെട്ടിക്കച്ചാൻ തുടങ്ങിയ ഹലോ സുഖാണോ? ഓ സുഖം, നമസ്കാരം. ചന്ദ്രനുണ്ടല്ലോ, ഇരിക്കും. നമ്മളന്ന് കണ്ടതിന് ശേഷം കുറച്ചധികമായി. അതെ പെട്ടെന്ന് കത്തണതിന് മുന്നേ നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകല്ലേ. പിന്നെ അതെ, ഞാൻ ചന്ദ്രനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതെ അലീനക്ക് സുഖം. എനിക്ക് ശബ്ദം കുറവാണ് കേട്ടാ. ഓക്കെ, പറയൂ, എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ കാര്യം? ഒരു സെക്കൻഡ്, ഞാൻ റേഡിയോ ഒന്ന് ഓഫ് ചെയ്തതായിരുന്നു. ഒരു ഓക്കെ. അതായത് ഈ ബ്ലാക്ക് മണി തൊട്ട് സിറ്റിയിലെ പല റോബറി ഐറ്റംസ് തൊട്ടിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതാണ് കേജിന് ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. നമ്മളത് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലാക്കി തരാം. ഷുവർ, വൈകിട്ട് ഞങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് കുറച്ച് ബ്ലാക്ക് മണി വൈറ്റ് ആക്കി അതുകൊണ്ട് കിട്ടുന്ന കാശിന് കുറച്ച് ബുള്ളറ്റും കണ്ണും വാങ്ങി നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി തന്ന വളരെ ഉപകാരമായിരുന്നു. അതെ. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളച്ചിട്ടില്ലാതെ ഒരു ഗൺ ഷോപ്പ് അങ്ങോട്ട് നോക്കാം. അല്ല അതിന് മുന്നത്തെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന പരിപാടി, കാശ് ബുള്ളറ്റും സാധനമൊക്കെ വാങ്ങുന്ന പരിപാടി കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ. ഈ കണക്ഷൻ പോയ വഴി എനിക്ക് മനസ്സിലായി. സിറ്റി വീണ്ടും കത്തി കേട്ടാ. ശബ്ദത്തിന് ഒരു പതർച്ചയുണ്ട് കേട്ടോ. ഇപ്പൊ കേക്കുന്നുണ്ടോ? അവിടെ കേക്ക് വരെ കേട്ടു.
ആ. എടാ എന്നെ RP ചെയ്യാൻ സമ്മതിക്കൂലടാ. ഇതിപ്പോ ഇപ്പൊ ഓക്കെയാണോ? ഓക്കെയാണ്. കേൾക്കുന്നില്ലേ പറയണം. ആലോചിക്കാം എന്തായാലും. ആരായിട്ട് അപ്രോച്ച് എടാ ഇത് ലിറ്ററലി ഉപദ്രവിക്കാൻ ചെയ്യണതാണോ ഈ സെർവേഴ്സ്? സത്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, എന്താന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ ഇപ്പം ആക്ച്വലി വേറെ ഒരു സെർവറിലും ഇല്ലാത്തതിന്റെ അത്ര ആൾക്കാരാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്, മനസ്സിലായ? ഇത് കുറെ പേർക്ക് പൊളിച്ചിലുണ്ട് ഇതിന്റെ. അത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ഉള്ള സെർവേഴ്സ് ഇത് ചെയ്യുവാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയിലെ ടോപ്പ് സെർവറാണ് ഇപ്പം എക്സ്ലാൻഡിസ്, മനസ്സിലായ? അപ്പൊ ഇത് ബാക്കിയുള്ള ഈ ഇന്ത്യൻ സെർവേഴ്സിലെയും ബാക്കിയുള്ളവന്മാർക്കൊക്കെ നല്ല കണ്ണുകടിയുണ്ട്, മനസ്സിലായോ? അണ്ണന്റെ ഇഷ്യൂ ആണ്. ഒന്ന് പോയേ ബ്രോ, ഇത് എന്റെ ഇഷ്യൂ ഒന്നും അല്ല. ബാക്കിയുള്ളവർ POV ബ്രോയ്ക്കാണ്, ഇത് സിറ്റിയിലെ PL ആണ്, അല്ലാതെ എന്റെ ഇഷ്യൂ ഒന്നും അല്ല. ഹലോ. ചന്ദ്രൻ ആരോടായിരുന്നു മറുപടി പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആരോട് സംസാരിച്ചായിരുന്നോ? ഇല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചന്ദ്രൻ ഓക്കെ എന്ന് പറഞ്ഞ കേട്ടോ, അത് ചോദിച്ചേ. ആത്മകഥാഗതായിരുന്നു. നല്ലതാ. അപ്പോ എപി പറഞ്ഞു ആലോചിക്കാം. നല്ലൊരു ഐഡിയ ആണ്. അതുപോലെ മിസ്റ്റർ എക്സ്, എനിക്ക് ഒരു കാര്യം കൂടെ പറയണ്ടേ. നമുക്ക് കൺസൈൻമെന്റ് കഴിഞ്ഞ ഒരു 1-2 മാസം നമുക്ക് കിട്ടിയില്ലായിരുന്നല്ലോ. നമുക്ക് ഒരു കൺസൈൻമെന്റ് ഈ 5-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ മിസ് ആയ മാസത്തിലെ കൺസൈൻമെന്റ് കൂടി തരാൻ പറ്റുമെന്ന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? മിസ്സായ മാസത്തില് അതെ, ഒന്ന് മതിയാവോ? 1-2 തന്നാലേ സന്തോഷം. അല്ല കേസ്, അത് അങ്ങനല്ല. അതായത് നമ്മള് ഈ മാസം, അതായത് ഈ ജൂലൈ മാസത്തെ കൺസൈൻമെന്റ് നമ്മൾ ചോദിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞു ഡേറ്റ് ഫുള്ളാന്ന് പറഞ്ഞു. അതെ. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, നമുക്ക് മീൻസ് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഡേറ്റ് ഫുൾ ആയത്. നമുക്കാണെങ്കിൽ ഈ മാസത്തെ കൺസൈൻമെന്റ് കിട്ടിയില്ല. അപ്പം അടുത്ത മാസത്തെയും ഈ മാസത്തെയും കൂടെ ചേർത്ത് അടുത്ത മാസം 2 കൺസൈൻമെന്റ് തരാൻ വഴിയുണ്ടോ? അതാ പറഞ്ഞ ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഞങ്ങൾക്ക് ഇവിടെ കൺസൈൻമെന്റ് കൂടുതൽ നമ്മളിപ്പോ പറഞ്ഞായിരുന്നു, ചോദിച്ചായിരുന്നു. ആ മാസത്തിൽ ഫില്ലായത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യമേ ബുക്കിംഗ് വന്നേ കൊണ്ടാണ്. ബുക്കിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സിറ്റിയിൽ ആകെ ഉള്ള 30 ഗ്യാങ്ങാ. ഈ 30 ദിവസം നിങ്ങൾക്ക് കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്യാങ് 2 കൊടുത്താണ് അതിന്റെ അർത്ഥം. ഒരു ഗ്യാങ് ഒരെണ്ണം വെച്ച് കൊടുത്താൽ തന്നെ. അതെ, അപ്പൊ ഞങ്ങളുടെ സ്ലോട്ട് എവിടെ? ഈ മാസത്തിൽ ഞങ്ങളുടെ ഒരു സ്ലോട്ട് എവിടെ? നമുക്ക് നേരത്തെ വന്ന് ഒരു മാസത്തിൽ ആദ്യമേ വന്ന് കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. ഇതിന്റെ മാസത്തിൽ അവസാനത്തിലേക്ക് പോയത്. ഒരു സെക്കൻഡ്, ഞാൻ എക്സ്ക്യൂസ് മീ, നമ്മുടെ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണ്. ചന്ദ്രൻ ഹാപ്പി ബർത്ത്ഡേ. ചന്ദ്ര അത്രയല്ലേ? വാട്ട് എ കോയിൻസിഡൻസ്. ചന്ദ്രൻ കേൾക്കുന്നുണ്ടാവോ? മിസ്റ്റർ ബർത്ത്ഡേ ആണെന്ന്. എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണോ? അല്ല. എന്ത് പറ്റി? അല്ല, ജസ്റ്റ് ചോദിച്ചു. വാട്ട് എ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ. അങ്ങനെയല്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മ ഈ കൺസൈൻമെന്റിന്റെ കേസ്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം പാപ്പ. മറ്റേ നമുക്ക് ചന്ദ്രൻ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കണ്ടേ? ഡ്രീമർ ലൈവ് നിർത്തിയോ? ഇല്ലല്ലോ. അവന്റെ അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടാ. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. സ്ക്രീനിൽ ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഇത് വരും. ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്, ഞാൻ ഇടാം. വെയിറ്റ്. So let's go bro, happy birthday. വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്റ്റ് തരാം.
ഹലോ ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ ചന്ദൻ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഓ ഈകള് ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ. ചന്ദ്ര അളിയ ഇരുപതിന്റെ സൂപ്പർ ചാറ്റ് അതൊക്കെ കൈ തന്നാ മതിയായിരുന്നു. ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര. അളിയ താങ്ക്സ് അളിയ. എന്താ പരിപാടി അവിടെ? ഇവിടെ എല്ലാരും വന്നളിയ. എനിക്ക് മൊത്തത്തില് ബ്ലാങ്ക് ആയി പോയി ഞാൻ. ഇവിടെ അലീനെ കിരൺ ബ്രോ ഒക്കെ വന്നു. അവരൊക്കെ എത്തിയാ? അവരൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന്. ഓ ദേ ബാബു. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര അളിയോ. കൊറേ നേരമായിട്ട് മൈര് സിറ്റി കയറാൻ നോക്കിട്ട് പറ്റണില്ല. തോന്നി അളിയ. കുഴപ്പമൊന്നുമില്ല അളിയ. താങ്ക്സ് അളിയ. താങ്ക്സ്. ബാബു നാളെ വന്നാ മതി. നാളെയോ? ഇനി പറഞ്ഞല്ലോ, ഇനി ഞാൻ വരുന്നില്ല. മൂടുപോയി. ഇത്രയും നേരമായിട്ട് ലോഡ് ചെയ്യാൻ നോക്കിട്ട് ലോഡായില്ല. ഇവിടെ ചാറ്റില് കൊറേ പേര് നിന്നെ അങ്ങ് തിരക്കണുള്ള ബാബു. നിന്നെ ഇതൊന്നും എന്റെ ഇൻബോക്സിൽ കണ്ടല്ലോടാ. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരട്ടെടാ. പോയിട്ടോ സീനില്ല പോയിട്ടോ. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര. ഹാപ്പി ബർത്ത്ഡേ അളിയാ. അളിയ താങ്ക്സ്. ഈ ദിവസം ഊമ്പി പോട്ടെ. പോയിട്ടോ. അവന് ബർത്ത്ഡേ ദിവസം അല്ലേ? ബർത്ത്ഡേ ദിവസം നമ്മള് ഗെയിം കളിക്കാൻ പിടിച്ചിരുന്നത് ശരിയല്ല. അതും കഴിഞ്ഞ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടായിരുന്നു ബ്രോ. മറ്റേ ഇപ്പൊ കട കൊടുക്കാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് പോലും എന്റെ. അതല്ല, ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് നമ്മള് കഴിഞ്ഞ 2 ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് അവനെ വെറുപ്പിച്ചാണ് സിറ്റിന്ന് വിട്ടത്. ഓർമ്മയുണ്ടോ നമുക്ക് ഇൻബോക്സിൽ വന്നത്? നീയൊക്കെ എന്തൊരു ഒമ്പിത്തിനാണോ കാണിച്ചത്? ബർത്ത്ഡേക്ക് ഇങ്ങനെയാണോടാ കാണിക്കുന്നത്? ഇങ്ങനെയാണോ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്റെ അമ്മോ എന്തൊരവസ്ഥയല്ലേ. എടാ എനിക്ക് സിറ്റിയിൽ മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു മീറ്റിംഗ് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്ന് കേറിട്ട് ബൈ 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 ബൈ. ഓക്കെ. ഹലോ. സോറി മിസ്റ്റർ എക്സ്, ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. പറഞ്ഞു. അതിപ്പോ ഞാൻ APയോട് പറഞ്ഞിട്ടുണ്ട്. 5-ാം തീയതിയിലത്തെ കൺസൈൻമെന്റ് നമുക്ക് എങ്ങനെയാണോ ഉള്ള രീതിയിൽ അത് ഷിപ്മെന്റ് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻഫോ തരാം. ED ആയിരിക്കും കൊണ്ടുപോവാം. നിങ്ങളതെടുത്ത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മെറ്റീരിയൽ നമ്മൾ ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഗണ്ണിനാക്കാനുള്ള മെറ്റീരിയൽ ആവും. ഓക്കെ, അതങ്ങനെ പോട്ടെ. പിന്നെ ഒരെണ്ണം കൂടി എക്സ്ട്രാ പറഞ്ഞത് അത് ഞാനൊന്ന് വിളിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പൊ മിസ്റ്റർ എക്സ്, നമ്മൾ ഈ കൺസൈൻമെന്റ് അടിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു എമൗണ്ട് അടക്കണ്ടേ? അടക്കണം. അത് എത്രയാണ് വരുന്നത് ടോട്ടല്? 48. അതെ, ബ്ലാക്ക് 48 CR. പ്ലാൻ വല്ലതും ഉണ്ടോ മിസ്റ്റർ കെ? എന്താണ് AP ചുമ്മാ? നിങ്ങൾ വേണമെന്ന് എനിക്ക് 50-55 തരുന്ന എനിക്കറിയാം അല്ലേ വാസു? പിന്നെ വാസു വിചാരിച്ച പിന്നല്ല 60 കണ്ണിന് 60 CR തരും വാസു. എനിക്ക് വാസുവിന്റെ മോൻ കണ്ടറിയാം. മിസ്റ്റർ എക്സ്, ഇതിനകത്ത് എത്ര തോക്കുണ്ടാവും ഈ 48 കോടി നമ്മൾ തരുമ്പോ? 60 എണ്ണം ഉണ്ടാവും. 60 എണ്ണത്തിനുള്ള മെറ്റീരിയൽ ഉണ്ടാവും. നിങ്ങൾ തോക്ക് പണിയണം. തോക്ക് പണിയാൻ നമുക്ക് എക്സ്ട്രാ ചെലവ് വല്ലതും ഉണ്ടോ? ഒരു ചെലവില്ല. സമയം മെനക്കെടുത്തിയാൽ മതി. ഈ 60 തോക്ക് പണിത് വരെ ഏകദേശം എത്ര സമയം എടുക്കും? അത് തൽക്കാലം പണിയണത് ആരാളേ? ഷാഡോക്ക് അറിയോ? അത് ഏകദേശം ഒരു ഗണ്ണ് പണിയാൻ അറൗണ്ട് 1 മിനിറ്റിനകത്ത്. ഒരു മണിക്കൂർ 60 കണ്ണ് തീരും. അപ്പൊ സീനില്ല, കുഴപ്പമില്ല. അത് ഞാൻ തന്നെ ചെയ്തോളാം. കുഴപ്പമില്ല. വിശ്വാസമില്ലേ വാസു? ഇല്ല, നമ്മള് പിള്ളേരെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട, മുന്നിൽ നിന്ന് ചെയ്യേണ്ടത് ഞങ്ങളൊക്കെ അല്ലേ. ശരിയാണ്. പിന്നെ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ കൺസൈൻമെന്റ് ജയിക്കണമല്ലേ? അത് ജയിക്കല്ല. നിങ്ങള് ഒരു സംശയം. ഇപ്പൊ ഞങ്ങള് 48 കോടി തന്നു. വാസു 60 തരാന്നല്ലേ പറഞ്ഞേ? 48 പറഞ്ഞേ. ആണോ? 60 തരുന്നു കേട്ട്. നമ്മളോട് 40 മതി എന്നാ പറഞ്ഞേ. പക്ഷെ നമ്മൾ 40 തരാതെ പറഞ്ഞു. അതെ. അപ്പൊ നമ്മളിപ്പോ 48 തന്നു വിചാരിച്ചോ. നമ്മള് കൺസൈൻമെന്റ് തോറ്റ് റീഫണ്ട് ഉണ്ടാവും? അത് ഞാൻ ആ കാശ് ഓൾറെഡി സാധാരണ മേടിച്ചില്ലേ നിങ്ങൾക്ക് തരാനായിട്ട്. സാധനം കൊടുത്തില്ലേ ഓൾറെഡി? അടിച്ചിരിക്കുന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നല്ല, കാശ് പോയി, ഉറപ്പല്ലേ?
നമ്മളങ്ങനെ തോക്കുവാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു വിഷയമാണോ അല്ലേ? ഇല്ലെങ്കിൽ കേജ് നമുക്ക് ആളെ ഇറക്കി തരത്തില്ല അടിച്ചെടുക്കാന്. അല്ല നമ്മളടിച്ചോളാം ബാക്കി കാര്യം നമ്മളായിട്ട് അത് അതിനൊക്കെയുള്ള ആൾക്കാരൊക്കെ വാസു എന്ത് പറഞ്ഞു. പിന്നെ വേറെ ഒരു കാര്യം മിസ്റ്റർ എക്സ്, എനിക്ക് മിസ്റ്റർ ഇത് പറയണം തോന്നി. ഇതങ്ങനെ ബാക്കിയുള്ളവര് മൊത്തത്തിൽ പറഞ്ഞു. കേജ് വാസു കേജ് സാൻഡർ കേജ് കേജ് എന്ന് വിളിച്ചോ. കേജ് എന്ന് വിളിച്ചാൽ മതി. ആ കേജ് അവിടെ ശരിക്കും അടിയാണോ? എന്താ ഒരു മിനിറ്റ്. ആ കേജ് ഒറ്റ കാര്യം എന്ന് പറഞ്ഞാ ഈ ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി കുറച്ചുകൂടെ കൂട്ടണം. എന്തിനാണ് വെറുതെ പിന്നെ എന്തിനാ തോക്ക് വാസു? ഇതെന്താ സംഭവം? നിങ്ങൾക്ക് ഈ 60 നിന്ന് കഴിഞ്ഞാൽ 60 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ഇത് 60 നിങ്ങൾക്ക് വിൽക്കാം. ഇല്ല അതല്ല പ്രശ്നം. നമ്മള് വിൽക്കുമ്പോ ഈ സാധനത്തിന് തേയ്മാനം വന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരും മേടിക്കൂല. അല്ല നമ്മളിത് കുറച്ച് അധികം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാ സിറ്റിയില്. ചുമ്മാ ഈ വാസു ചുമ്മാ ഈ കാശിന്റെ കണക്കൊക്കെ പറയണത് എന്ത്? ഡ്യൂറബിലിറ്റി പിന്നെ എന്ത് ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു പ്രശ്നമാണ്. ഒരു 60 ഗണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ തീരാണെന്നുണ്ടെങ്കിൽ അടുത്ത് എടുക്കല്ലേ, അടുത്ത മാസം പിന്നെയും കിടക്കല്ലേ. ചുമ്മാ ഞാൻ ഈ ബാക്കിയുള്ളവര് ഇത് പറയത്തില്ല കേജ്, ഞാനായിട്ട് എന്റെ കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില. പിള്ളേരെ കൊണ്ട് എടുപ്പിക്കണം. അമ്മമാർക്കും അതിനൊക്കെ എന്നൊക്കെ മടിയാ. എന്താ ചെയ്യാ? ഏപ്പിക്കാനോളം അറിയാം, കാണാൻ ഇത്തിരി തലക്ക് പിന്നല്ല. AP ഒന്നും 5 പൈസ തരൂല. AP അടുത്ത പൈസ ചോദിക്കുമ്പോ പറയാം വയസ്സായ ആളല്ലേ കൺസിഡർ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ സെന്റിമെന്റ്സ് ഒക്കെ ഇറക്കും. എന്റെ അറിവില് AP ഇവിടുന്ന് പെൻഷൻ മേടിക്കണ്ടെന്നാണ് ഞാൻ അർത്ഥം. വാഗ്ദാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പൈസ കിട്ടിട്ടില്ല കയ്യില്. ഈ വയസ്സായവർക്ക് പെൻഷൻ കൊടുക്കുമെങ്കിൽ ഞങ്ങൾ ടിവിക്ക് എന്റെ വാർദ്ധക്യ പെൻഷനിൽ നിന്ന് ഇവരുടെ ഗണ്ണ് കൊടുത്തേക്ക്. അത് ഞങ്ങളല്ലല്ലോ, ഗവൺമെന്റാണ് കൊടുക്കുന്നത്. അല്ല നിങ്ങളല്ലേ ഗവൺമെന്റിന് പൈസ കൊടുക്കുന്നത്? ഞങ്ങള് ഗവൺമെന്റ് നമുക്ക് കണക്ക് തരുമ്പോൾ നമ്മൾ ഗവൺമെന്റ് കൊടുക്കും. നിങ്ങൾ ഗവൺമെന്റ് ആയിട്ട് സംസാരിക്കും, പെൻഷൻ റെഡിയാവും. ഗവൺമെന്റ് ട്രഷറിയിലേക്ക് നമ്മൾ പൈസ അടയ്ക്കാറുണ്ട്. അപ്പൊ ഇല്ല പാപ്പ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മള് 48 CR എത്തിക്കാം. നമുക്ക് 5-ാം തീയതി തന്നെ കാര്യങ്ങൾ നടത്താം. അതിനല്ല 5-ാം തീയതി വരുന്നു, പീഡിനെ തോപ്പിക്കുന്നു, നിങ്ങൾക്കുള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കുന്നു, ബാക്കി മെറ്റീരിയൽ ഞങ്ങൾ തരുന്നു, എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾ എക്സ്ക്യൂസ് മീ, എനിക്ക് ഞാൻ ഒന്ന് റേഡിയോ ഉപയോഗിച്ചോട്ടെ? ഓ ആയിക്കോട്ടെ. ഒരു സെക്കൻഡ്. ഹലോ 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 ഹലോ, ചെറിയൊരു സിറ്റുവേഷൻ എന്താടാ? മുതുക്കി ഇങ്ങനെ നിക്കുവായിരുന്നു. അപ്പൊ ആരാട്ടെ ചൊറി? ടോക്കിയോ T47 ഒന്നാണ് കത്തിച്ചു വിടുന്നതായിരിക്കും ബെറ്റർ. കാരണം ആ പീഡി ഇല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വന്ന് ചൊറിഞ്ഞ് അമ്മരെ റിവൈവ് ചെയ്യിപ്പിക്കും, മനസ്സിലായോ? അപ്പൊ മറ്റവന്മാർക്ക് ബാക്കപ്പ് വരാനുള്ള എളുപ്പമാണ്. ഇരിക്കുന്ന ഒരുത്തിന്റെ കയ്യിലൊക്കെ ആണോ കത്തിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. പോട്ട് പോയി എന്തേലും ഒന്നുകൂടെ. ഇപ്പൊ എന്താ സിറ്റുവേഷൻ? എന്തായത്? എന്താ പറ്റിയേ? പീഡിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. ഇവന്മാര് പറഞ്ഞ പീഡി വണ്ടി എടുത്തിട്ട് പോകണം, അതായത് ലീവ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തിന് ലീവ് ചെയ്യണമെന്ന് ചോദിച്ചു. പീഡി ലീവ് ചെയ്യത്തില്ലാന്ന് ചോദിച്ചു. വാരിയിട്ട് കത്തിക്ക് കൊണ്ടോളെ, ബാക്കി നോക്കാം. പീഡിയായിട്ട് സിറ്റുവേഷൻ എടുക്കല്ലേ? അതിന്റെ ഇടയ്ക്കൂടെ പീഡിയായിട്ട് പോയി സിറ്റുവേഷൻ എടുക്കല്ലേ? ഇവന്മാരടിച്ചോ? ഓക്കെ ഓക്കെ, ഞങ്ങൾ താ വരാം, മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഡോറ് പോയി. സഹോദരൻ, നമ്മുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്ന റൂം ഇതിന്റെ ഏത് ഭാഗത്തായിട്ട് വരും? അതാ ഞാൻ ഞാനോർത്തത് എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമായിരിക്കും. സാർ ഓടിയപ്പോ തന്നെ തോന്നി. എടാ ഞാൻ റേഡിയോ ഒന്ന് ഇറങ്ങുവാണ്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാം. വേറെ ഒന്നും എടുത്തു വെക്കല്ലേ, പെട്ടെന്ന് വരാവേ. ഞാൻ ബാക്കി ഈ പുള്ളി വാങ്ങിച്ചോളാം. എന്റെ പൊന്ന് കേജ്, ഒന്ന് നമുക്കൊരു മീറ്റിംഗ്. കേജ് അല്ല, കേജ് ഐഡി പറയൂ. 204
എനിക്ക് ഇങ്ങോട്ടൊന്ന് വരുന്നതിന്റെ ഇടയ്ക്ക് അവിടെ പിള്ളേർ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അത് സംസാരിക്കാൻ വേണ്ടിട്ട് പോയതാണ്. ഓ, എന്നിട്ട് എന്തായി, സംസാരിച്ചോ? പിന്നെ പിള്ളേർ പ്രശ്നമാക്കി. ഗണ്ണില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഇവിടുന്ന് ചെന്നിട്ട് ഗണ്ണ് കൊടുക്കണ എടുത്ത് ഞാൻ ഇവന്മാരെല്ലാം ഗണ്ണ് മേടിച്ച് വെച്ചിരിക്കുക, അടി ഉണ്ടാക്കാൻ ഇരിക്കാൻ വേണ്ടി. എന്തിനാണ് പിള്ളേരുടെ കയ്യിലൊക്കെ ഗണ്ണൊക്കെ കൊടുക്കണം? അവര് നോക്കി ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്തോളില്ലേ? ഇവന്മാരോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? താഴെ ഇരുന്ന് കഴിക്കണ്ട, കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കാനൊക്കെ താഴെ ഇരിക്കാനൊക്കെ പറഞ്ഞു. 10-40 വർഷം മുന്നേ അങ്ങനെയല്ലേ കഴിച്ചോണ്ടിരുന്നത് അതിന്റെ. ഈ മിസ്റ്റർ എക്സിനെ കഴിഞ്ഞ വട്ടം കണ്ടില്ലല്ലോ ഞാൻ. പുള്ളിയുടെ പേരെന്താ? ടൈഗർ. ടൈഗർ. ഹായ് ടൈഗർ. ഹായ്. സുഖമല്ലേ? കടിക്കില്ല, മാസ്ക് ഇട്ടേക്കുന്നത്. ഞാനും വരുന്നതാ, പക്ഷെ കൊത്തൂല. അപ്പൊ പിന്നെ പറയ്, പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? നിങ്ങൾ ഈ ഗണ്ണൊക്കെ കൊടുക്കാണ്ട് പിള്ളേർ ഇങ്ങനെ മെരുക്കിയിരുത്തേണ്ട ശരിയല്ല കേട്ടോ. ഇച്ചിരി ഗണ്ണൊക്കെ പുറത്തേക്ക് ഇറക്കി ഗണ്ണ് കൊടുത്ത് ഒറ്റ പോക്കൊക്കെ പോവും. പോയി നടക്കണ്ടേ സിറ്റിയില്? സിറ്റിയിൽ നടക്കണം. ഒരേ സമയം 5 പേരടുത്തൊക്കെ അടി അടിച്ചാൽ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതൊക്കെ സിമ്പിൾ ചില്ലി മാറ്റേഴ്സ് അല്ലേ. എന്താ പറഞ്ഞു, APL കൂടെ ഉള്ളത് ഇതായിരിക്കണം. നമ്മള് പിള്ളേരെയൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് ഇനി ഗണ്ണടിച്ച് വിട്ടിട്ട് വേണം നമുക്ക് ഒരേ സമയം 6 പേരടുത്തൊക്കെ സിറ്റുവേഷൻ എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ പ്രയർ ബുക്ക് ചെയ്യണം എല്ലാ മാസത്തേക്കുള്ളത്. പിന്നെ ഞങ്ങൾ ഉറപ്പായിട്ട് ബുക്ക് ചെയ്യും, ഉറപ്പായിട്ട്. ഞാൻ ഇതുവരെ പിള്ളേർക്ക് അങ്ങനെ ഗ്രൈൻഡിങ് ടാർഗറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാനൊരു ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തിട്ട് ഇവന്മാരെയും കൊണ്ട് അടുത്തൊരു 10 കൊല്ലത്തേക്കുള്ള ഗണ്ണ് മേടിക്കാനുള്ള പൈസയായിട്ട് ഞാൻ നേരെ കേജിന്റെ അടുത്ത് വരും. 10 കൊല്ലത്തേക്കുള്ള ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഫാക്ടറി കൂടി ഞാൻ തരാം. നമുക്ക് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടാവും? ഫാക്ടറിക്കോ? അല്ലല്ല, ഗണ്ണിന് 10 കൊല്ലത്തേക്കുള്ളതോ? നമ്മൾ 30 ദിവസവും കൺസൈൻമെന്റ് എടുക്കാൻ റെഡി ആണെങ്കിൽ അത് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? ഒരെണ്ണേ കൊടുക്കുള്ളൂ. അതാ പ്രശ്നം. ഇതാണ് പ്രശ്നം. ഒരെണ്ണേ കൊടുക്കുള്ളൂ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ റെഡിയായിരുന്നു. അതെല്ലാരും റെഡിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ KVL ഒരു പുള്ളിയുണ്ട്, ജോണി. ചെവിക്ക് സ്വയം തരില്ല. എന്നും വന്നിട്ട് ഗണ്ണ് ചോദിച്ചു. ഞങ്ങൾ എന്നും വരില്ലേ? അവിടെ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക. നമുക്കെന്നാ ഇതൊന്ന് ഡീലാക്കി. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്നാക്കാം നമുക്ക്. പിന്നെ 5-ാം തീയതി കൺസൈൻമെന്റ്, 4-ാം തീയതി വൈകുന്നേരം നമ്മൾ വിളിക്കാം, കാര്യങ്ങൾ പറയാം, സമയത്തിന് ചെല്ലാം, കാര്യങ്ങൾ ചെയ്യാം. ജയിക്കട്ടെ. കാരണം നമുക്ക് ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കണല്ലോ. ഞങ്ങൾ അടിച്ചെടുത്തോളാം. കാശ് അല്ലെങ്കിൽ എനിക്ക് കിട്ടും, എനിക്ക് വലിയ പ്രശ്നമില്ല. കാശ് കിട്ടും, നിങ്ങളുടെ ഗണ്ണും ഞങ്ങൾ എടുക്കുമല്ലോ. പിന്നല്ല കോൺഫിഡൻസ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വീട്ടിലേക്ക് വരാം, അതായിരിക്കും. ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ ഇവിടെ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വരാം. വാസു ഫ്രീ ആയിട്ടുള്ള ഒരു സാറിക്ക് ഞാൻ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു. ഉറപ്പായിട്ടും മന്ദാരം കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ടുള്ള ദിവസം നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് വിളിക്കാം. നമുക്ക് ഗ്യാങ് ഹൗസ് ഒക്കെ കാണാം. ഓക്കെ, ശരി. ഒരു ദിവസം നമുക്ക് കൂടാം. ഓക്കെ, കൂടാം. ഫുഡൊക്കെ റെഡി ആയിക്കോണം. എല്ലാം റെഡിയാക്കി. എന്താണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബീഫ് വേണോ, ചിക്കൻ വേണോ, മട്ടൺ വേണോ, പോർക്ക് വേണോ? അതെ, എല്ലാം റെഡിയാണ് നമ്മുടെ ഗ്യാങ് ഹൗസിൽ. ചുമ്മാ പഴയ കാലത്തിലേക്ക് പോവാണെങ്കിൽ ചുമ്മാ. പിന്നെ വേറൊരു അർജന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. അയ്യോ, ഇത് വിട്ടുപോയിട്ടാ. നമ്മുടെ മറ്റേ ഡാമിയോ ഗിറില്ലേ, അത് 1 മില്യൺ അടിച്ച്. ഓ മൈ ഗോഡ്. എല്ലാരും കമന്റ്, കൊറേ കമന്റ് ഒക്കെ വന്നു. 10,000-2,000 പേര് കമന്റ് ഒക്കെ ഇട്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്മള്. എന്ത് ചെയ്യാനാ? ഞാൻ പക്ഷേ അത് മിസ്റ്റർ എക്സ് ആണെന്നും കേജ് ആണെന്നൊന്നും പറഞ്ഞില്ല. എന്റെ ഒരു കൂട്ടുകാരനെന്നാ പറഞ്ഞത്. വളരെ ഉപകാരം. അതെ. അപ്പൊ പിന്നെ ഞങ്ങളെന്നാ പോയിട്ട് വരട്ടെ? അത് ഇവിടെ വരുള്ളൂ. അപ്പൊ ഞങ്ങൾ പോയിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, KJ, ടൈഗർ, ബാക്കി എല്ലാ മിസ്റ്റർ എക്സ് മെമ്പേഴ്സ് കാണാം കേട്ടോ. ശരി.